അധികം ആർക്കും തന്നെ അത്ര വലിയൊരു ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ് നമ്മുടെ ബ്രിഞ്ചാൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വളരെ ഇഷ്ടമായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സവാള, ഒരു 10 ചെറിയ ഉള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെക്കുക, അതിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് ഒരു മുഴുവൻ മുളകും കൂടെ പൊട്ടിച്ചിട്ട് നമ്മൾ ഈ സവാളയും ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക. അത് സോഫ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ തക്കാളി ആഡ് ചെയ്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആകുന്ന അതിന് ശേഷം ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം അതിലിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തു സ്മെല്ല് പോലെ വരികയുള്ളൂ. ഇതിപ്പോൾ മുളക് പൊടിയും കൂടെ റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മളതിൽ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വഴുതനങ്ങ ഇട്ടിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം മിക്സ് ആയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം വേണം നമ്മളിത് അടച്ചു വെക്കണം. ഞാൻ ഇതിനകത്തൊരു ചെറിയ അടപ്പ് വെച്ച് അടച്ചത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെക്കുക. അതിനിടയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ അടച്ചു വെച്ച് ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഞാനത് കുറച്ചൊരു ഗ്രേവിയുള്ള ടൈപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. എപ്പോഴും നമ്മളിതൊരു കറിയിലേക്ക് വെന്തിരിക്കുന്ന കറിയിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂടുള്ള തിളച്ച വെള്ളം തന്നെ ആഡ് ചെയ്യണം. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ കുറച്ചൊന്ന് ഗ്രേവി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ എണ്ണയിൽ കിടന്ന് വഴറ്റി വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ കറിക്ക് ഇത്രയും ഒരു ടേസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബ്രിഞ്ചാൾ അത്ര വലിയൊരു ടേസ്റ്റുള്ള ഒരു കറിയല്ല. അത് മാത്രമല്ല അതിനൊരു വഴുവഴുപ്പ് ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കും തന്നെ ഇഷ്ടമാവും. നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. കുറച്ചും കൂടെ ഗ്രേവി ആയിട്ട് നമുക്ക് വെള്ളമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ചപ്പാത്തിയിലൊക്കെ കൂടെ വേണമെങ്കിലും വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കഴിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഈ രീതിയിൽ നമ്മൾ വഴുതനങ്ങ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും തന്നെ അത് വളരെ ഇഷ്ടമാവും.